ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആനിമേറ്റ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലത്തെ ഒരു വീഡിയോ ആണ്. സോ അതിനായിട്ട് കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യുക. അതിൽ നമുക്ക് ഏത് ടെക്സ്റ്റ് ആണോ വേണ്ടതെന്ന് വെച്ചാൽ ആഡ് ചെയ്യുക. ഞാനിവിടെ ഒരു ലെറ്ററാണ് ആഡ് ചെയ്യുന്നത്. കെ എന്ന് പറഞ്ഞ ലെറ്റർ ആഡ് ചെയ്യുകയാണ്. അലൈൻമെൻറ്റ് സെൻറ്റർ ആക്കുക. അതിനുശേഷം ഈ കെനെ നമുക്ക് ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്യണം. റൈറ്റ് ക്ലിക്കിൽ ക്രിയേറ്റ് എന്ന് കൊടുക്കുക. ക്രിയേറ്റിൽ പോവുക. ക്രിയേറ്റ് ഷേപ്പ് ഫ്രം ടെക്സ്റ്റ് എന്ന് കൊടുക്കുക. ആഡിൽ പോയിട്ട് ഓഫ്സെറ്റ് പാത്ത് എന്ന് ആഡ് ചെയ്യുക. അതിൽ എമൗണ്ടിൽ പോയിട്ട് കീ ഫ്രെയിം ആഡ് ചെയ്യുക. എത്രയാണോ നമ്മൾ അതിൻ്റെ ബോൾഡ്നെസ് കുറക്കാൻ പറ്റുക അത്ര കുറക്കുക. നമുക്ക് ആവശ്യമുള്ള അത്ര കുറക്കുക. അതിനുശേഷം ഒരു 1 സെക്കൻഡ് 2 സെക്കൻഡ് ഫോർവേഡ് ആക്കിയിട്ട് വേറൊരു കീ ഫ്രെയിം ആഡ് ചെയ്യണമെന്നില്ല. ബോൾഡ്നെസ് കൂട്ടിയാൽ മതി. ബോൾഡ്നെസ് കൂട്ടിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ കീ ഫ്രെയിം ആഡ് ആവും. ആദ്യത്തെ കീ ഫ്രെയിം കോപ്പി ചെയ്യുക. എന്നിട്ട് ഒരു 1 സെക്കൻഡ് ഫോർവേഡ് പോയിട്ട് അത് പേസ്റ്റ് ചെയ്യുക. എല്ലാം കീ ഫ്രെയിം സെലക്ട് ചെയ്തിട്ട് F9 പ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഗ്രാഫ് എഡിറ്ററിൽ പോയിട്ട് ഗ്രാഫ് ഇതേപോലെ എഡിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ആനിമേഷൻ ലഭിക്കും. ഇനി ഇത് നമുക്ക് ലൂപ്പായിട്ട് ആനിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എമൗണ്ടിൽ പോയിട്ട് ടൈമർ എന്ന ബട്ടണിൽ ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്യുക. കമാൻഡ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അതിൽ പോയിട്ട് ലൂപ്പ് എന്ന് ടെക്സ്റ്റ് ചെയ്യുക. ലൂപ്പ് ഔട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്താൽ ഇതേപോലെ ലൂപ്പ് ആനിമേഷൻ ലഭിക്കും. നമ്മൾ ഒരു പുതിയ കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യുക. അതിൻ്റെ പേര് മെയിൻ എന്ന് കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. എന്നിട്ട് ഒരു മെയിനിൽ പുതിയ സോളിഡ് ആഡ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എഫക്റ്റ് പോയിട്ട് ഫില്ല് എന്ന് സെർച്ച് ചെയ്ത് ഫില്ല് ആഡ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ കളർ ചേഞ്ച് ചെയ്തതിന് ശേഷം ടെക്സ്റ്റ് എന്നുള്ള കോമ്പോസിഷൻ ഇതിലേക്ക് ആഡ് ചെയ്യുക. അതിനുശേഷം പുതിയൊരു കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യുക. അതിന് ഗ്രഞ്ച് എന്ന് നെയിം കൊടുത്തിട്ട് പുതിയൊരു കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യുക. അതിലേക്ക് നമ്മൾ കുറച്ച് ടെക്സ്ചറുകൾ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫയലിൽ പോയിട്ട് കുറച്ച് ടെക്സ്ചർ ഞാൻ ആദ്യം ഡൗൺലോഡ് ചെയ്ത് വെച്ച ടെക്സ്ചറുകളുണ്ട്. അത് ഇമ്പോർട്ട് ചെയ്യുക. ടെക്സ്ചറുകൾ ഇമ്പോർട്ട് ചെയ്യുക. അതിനുശേഷം ഒരു ടെക്സ്ചർ ഡ്രാഗ് ചെയ്തുകൊണ്ട് ഗ്രഞ്ചിലേക്ക് ആഡ് ചെയ്യുക. അത് അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് മെയിനിൽ പോയിട്ട് മെയിനിൽ ഒരു ടെക്സ്ചർ ആഡ് ചെയ്യുക. മൊത്തം നമുക്ക് 3 ടെക്സ്ചറുകളാണ് ആഡ് ചെയ്യാനുള്ളത്. ശേഷം അതിൻ്റെ ഒപ്പാസിറ്റി, അതായത് അതിൻ്റെ മോഡ് മാറ്റിയിട്ട് ലൈറ്റ് ഓൺ ആക്കിയിട്ട് എഫക്റ്റ് പോയിട്ട് ലെവൽ എന്ന് സെർച്ച് ചെയ്യുക. ലെവൽ എന്ന് സെർച്ച് ചെയ്തതിന് ശേഷം അത് ഈ ടെക്സ്ചറിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് ടെക്സ്ചറിൻ്റെ ലെവൽസ് അഡ്ജസ്റ്റ് ചെയ്യുക. സ്കെയിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഗ്രഞ്ചിലെ കോമ്പോസിഷൻ ഈ മെയിനിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മോഡ് ഓവർലേ ആക്കിയിട്ട് ഒപ്പാസിറ്റി ഒരു 58% ആക്കിയിട്ട് വെക്കുക. അതിനുശേഷം നമ്മൾ ടൈം ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ള എഫക്റ്റ് ഈ ടെക്സ്റ്റിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ലെയർ ഗ്രഞ്ച് കൊടുക്കുക. അപ്പോൾ നമുക്കിത് അങ്ങനത്തെ നല്ലൊരു ആനിമേഷൻ ലഭിക്കുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. സോ സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.